ഒരു മുഅ്മിനാണ് ഈ ഒരു മഹത്വം ഉള്ളത്. അപ്പൊ അതിന്റെ രണ്ട് വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നന്മ ഉണ്ടായാലും തിന്മ ഉണ്ടായാലും അള്ളാഹുവിന്റെ മാർഗത്തില് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നാണ് അത്, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു മനസ്സ് മുഅ്മിനുണ്ടാവും. ഇപ്പൊ നല്ല കാര്യങ്ങളാവുമ്പോ അതിൽ ശുക്ർ ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും നല്ല തന്നെയാണ്, പ്രത്യക്ഷത്തില് ഭൗതിക മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതിലാവുമ്പോ ശുക്ർ ചെയ്യാം. അപ്പൊ അള്ളാഹു തആല അതിന് കൂലി തരും. ഇനി അങ്ങനെയല്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ അതിൽ സബർ ചെയ്യാം, അപ്പൊ അതിനും കൂലി തരും. അപ്പൊ അതാണ് പറഞ്ഞത്, എന്ത് സംഭവിച്ചാലും മുഅ്മിന് നല്ലതാണെന്നുള്ളത്. അങ്ങനെ ആകുമ്പോഴാണ് സന്തോഷമൊക്കെ, പ്രയാസങ്ങളിലും സന്തോഷം ഉണ്ടാവുക, സന്തോഷങ്ങളിലും സന്തോഷം ഉണ്ടാവും. അതാണ് മുഅ്മിനിന്റെ ജീവിതത്തിന്റെ സന്തോഷം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത മുഅ്മിനല്ലാത്ത മറ്റാർക്കും ഇല്ലാത്തത് എന്നും റസൂലിനെ പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ കുറച്ച് സങ്കടം ഉണ്ടാവുമ്പോ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, ഒരു യുക്തിവാദിയായ ആളുണ്ടായിരുന്നു. അപ്പൊ അവര് ആക്സിഡന്റ് നടന്ന അല്ലെങ്കിൽ കുട്ടി മരിച്ച ഒരാളെ സമാധാനിപ്പിക്കാൻ പോയി. അപ്പൊ അയാൾക്ക് സമാധാനിപ്പിക്കാൻ വാക്കുകളില്ല എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതാണെല്ലാം, ഈ ദുന്യാവാണെല്ലാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ സമാധാനിപ്പിക്കാനൊന്നും ഉണ്ടാവില്ല, അതിന്റെ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഈ ഫലസ്തീനിലെ പ്രശ്നങ്ങളും ഇതൊക്കെ നടക്കുമ്പോ ഈ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് തന്നെ തോന്നും, ഇവിടെ എന്ത് നീതിയാണുള്ളത്. അതേപോലെ തന്നെ കുറെ ആൾക്കാരെ കൊന്ന ആൾക്കാർക്കും ഒരു വട്ടം ഇവിടെ തൂക്കിക്കൊല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ദുന്യാവില് എന്ത് ചെയ്യുന്നു, കുറെ അൺഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നീതി ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നിലനിർത്താൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ ദുന്യാവിന്റെ കഥ അങ്ങനെയാണ്, അതിന്റെ രീതി അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആഖിറത്തില് ഇതിന്റെയൊക്കെ പ്രതിഫലം ഉണ്ടാവുമെന്ന് വരുന്നത്. നന്മ ചെയ്ത ആൾക്കാർക്ക് നന്മയുടെ പ്രതിഫലം കിട്ടും, തിന്മ ചെയ്ത ആൾക്കാർക്ക് തിന്മയുടെ പ്രതിഫലം കിട്ടും. സബറായിരുന്നു നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാ പ്രയാസങ്ങൾക്കും, ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അത് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന് കൂലിയുണ്ട് എന്നതായിരുന്നു നമ്മൾ പോയിട്ട്. ഒരുപാട് ഹദീസുകൾ അങ്ങനെ പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിയിരുന്നു. നബി സയ്യിദ് അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹുമാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ഷൗക്കത്തി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. അപ്പൊ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ തെറ്റുകൾ പൊറുക്കാനുള്ള ഒരു കാരണമായിട്ടാണ് ഈ ഹദീസിൽ വരുന്നത്. അപ്പൊ എപ്പോഴാണ് തെറ്റുകൾ പൊറുക്കാനുള്ള കാരണമാകുന്നത്? അതിൽ ക്ഷമിച്ചാല് മാത്രമാണ്. ക്ഷമ ഉണ്ടായാല് അതൊക്കെ തെറ്റുകൾ പൊറുക്കാനുള്ള ഒരു കാരണമാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മാ യുസീബു മുസ്ലിമു മിൻ നസബിൻ, നസബ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്ഷീണം, അസുഖം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്ഷീണം, ഒരു അസുഖമൊക്കെ അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ അസുഖം അല്ലെങ്കിൽ ചെറിയൊരു ക്ഷീണം, പിന്നെ ഹമ്മ് ഹസന്, ഇത് രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങളാണ്. ഹമ്മ് എന്ന് പറഞ്ഞാല് വരാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള ദുഃഖം, ഒരാശങ്ക. ഹസൻ എന്ന് പറഞ്ഞാല് കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടുള്ള ദുഃഖം. അതെന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ബുദ്ധിമുട്ട്, എല്ലാ ബുദ്ധിമുട്ടുകളും. ഗമ്മ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി തീവ്രമായ ദുഃഖം. ഇതൊക്കെ ജനറൽ ആയിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും, അസുഖമാണെങ്കിലും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള പേടിയാണെങ്കിലും സംഭവിച്ച കാര്യങ്ങളെ പറ്റിയുള്ള പ്രയാസമാണെങ്കിലും, ഇത്ര വരെ ഏറ്റവും ചെറിയൊരു കാര്യം പോലും അത്ത ഷൗക്കത്തി ഇഷാഖുഹ, ഒരു മുള്ളു തറക്കുന്നത് വരെ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, മുള്ളു തറക്കുന്നത് വരെ എന്താണ്, തെറ്റുകൾ പൊറുക്കാനുള്ള ഒരു കാരണമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഷൗക്കത്തു ഇഷാഖുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, ഇല്ലാ മുള്ളു തറക്കുന്ന ഒരു ചെറിയൊരു പ്രയാസം വരെ അതൊക്കെ തെറ്റുകൾ പൊറുക്കാനുള്ള കാരണമാണ് ഇപ്പോ ക്ഷമിച്ചു കഴിഞ്ഞാൽ.
ഇനി അതുകൊണ്ടാണ് ചെറിയ ഇടങ്ങേറുകൾ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് പറയാം നമ്മള് ഇന്നാലില്ലായോ ഇന്നാലി റാജിയോ എന്ന് പറയും. അത് മരിച്ചാൽ മാത്രം പറയാനുള്ളതല്ല, മരിച്ചാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും പറയണം. ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇന്നാലില്ലായോ ഇന്നാലി റാജിയോ എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താ? ഇന്നാലില്ല, നമ്മളൊക്കെ പടച്ചോനുള്ളതാണ്, ഇന്നാലി റാജിയോ പടച്ചോനിലേക്ക് മടങ്ങുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊന്നൊരു പ്രയാസമല്ല, എല്ലാം പടച്ചോനുള്ള, പടച്ചോൻ തന്നതുമാണ്, പടച്ചോൻ എടുക്കുന്നതുമാണ്. ഓക്കെ, അപ്പോ അതാണ് അതിന്റെ അർത്ഥം. എല്ലാത്തിന്റെയും മടക്കം അള്ളാഹുവിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സംതൃപ്തി പ്രാപിക്കാനാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഈ ഹദീസ് ക്ലിയർ അല്ലേ? ഇനി വസബ് എന്ന് പറഞ്ഞാൽ മറന്ന്, രോഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നോക്കാം. وعن ابن مسعود رضي الله عنه قال دخلت على النبي صلى الله عليه وسلم وهو يوعك فقلت يا رسول الله إنك توعك وعكا شديدا. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയണത്, നബി തങ്ങൾ അടുത്തേക്ക് പോയി. വഹുവ യുഅഖു, ആ സമയത്ത് നബി തങ്ങൾക്ക് എന്തുണ്ട്? അസുഖമുണ്ട്, പനിയുണ്ട്. അപ്പോ നബി തങ്ങളോട് ചോദിച്ചു, ഇന്നക തുഅഖു വഅക്കൻ ശദീദ, നല്ല ക്ഷീണം ഉണ്ടല്ലോ, നല്ലോണം ശക്തമായിട്ടുള്ള അസുഖം ഉണ്ടല്ലോ തങ്ങളെ എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, കാല അജൽ, അതെ, ശക്തമായ അസുഖമുണ്ട്. നീ യുഅഖു കമാ യുഅഖു റജുലാനി മിൻകും, നിങ്ങളിൽ നിന്ന് രണ്ടാൾക്കാർക്ക് അസുഖം ഉണ്ടാകുന്ന അത്ര തീവ്രതയിലാണ് എനിക്ക് അസുഖമുള്ളത്. നിങ്ങളിൽ നിന്ന് രണ്ടാൾക്കാർക്ക് അസുഖം ഉണ്ടാവുന്ന അത്ര തീവ്രതയാണ് എനിക്കിപ്പോ അസുഖം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. കുൽത്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു എന്ത്? ദാലിക അന്ന ലക അജ്റൈനി, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് രണ്ട്, സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്നതിന്റെ രണ്ടരട്ടി പ്രയാസം ഉണ്ട്, അപ്പൊ രണ്ടരട്ടി കൂലി കിട്ടും എന്നല്ലേ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, കാല അജൽ ദാലിക കദാലിക, അതെ, അത് അങ്ങനെ തന്നെയാണ്. ആമിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ, ഏത് മുസ്ലിമിനും അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഷൗക്കത്തുൻ ഫമാ ഫൗക, ഒരു മുള്ള് അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള എന്തും, ഇല്ലാ കഫറല്ലാഹു ബിഹാ സിയ്യാതിഹി, അതുകൊണ്ടൊക്കെ അല്ലാഹു തആല അയാളുടെ ദോഷങ്ങൾ പൊറുക്കും. ഫഹുത്തത്ത് അൻഹു ദുനൂബുഹു, ദോഷങ്ങൾ മായ്ക്കപ്പെടും. കമാ തഹുത്തു ഷജറത്തു വറക്കഹ, ദോഷങ്ങൾ കൊയ്ക്കും. ഏതുപോലെ? ഷജറ, ഒരു മരം അതിന്റെ ഇലകൾ കൊയ്ക്കുന്നത് പോലെ. ഇവിടെ ഇലകൾ കൊയ്യുന്ന സീസണാണ്, ചൂടുകാലം വേനൽക്കാലം തുടങ്ങാണല്ലോ. അതുപോലെ മരങ്ങൾ കാണാം, ഈ കൊമ്പുകൾ മാത്രമായിട്ട്, ചില്ലകൾ മാത്രമായിട്ട് നിൽക്കുന്നത്. അതേപോലെ മനുഷ്യന്റെ എന്ത് ചെയ്യും? ദോഷങ്ങളൊക്കെ പുറത്തു പോകും, ദോഷങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. എപ്പോ? ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ. അപ്പൊ ഇവിടെ പറഞ്ഞത് പ്രയാസങ്ങൾ കൂടുന്നതിനനുസരിച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ കൂലിയും കൂടും എന്നാണ്. അപ്പൊ നബിതങ്ങൾക്ക് ശക്തമായ പ്രയാസം ഉണ്ടായിരുന്നു രോഗം ഉണ്ടായപ്പോ, അപ്പൊ അതിനനുസരിച്ച് ശക്തമായ കൂലിയും കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ തോതനുസരിച്ചാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ മഅസുൽ ഹുമ്മ വക്കീലൽ ഹുമ്മ, പനിയാണ് എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഹദീസ് നോക്കാം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു, ആർക്കെങ്കിലും അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാൽ യുസിബ് മിൻഹു, അയാൾക്ക് മുസീബത്ത് ഉണ്ടാവും എന്നാ പറഞ്ഞത്, അയാൾക്ക് പ്രയാസം ഉണ്ടാവും. യുസബ് മിൻഹു അല്ല യുസിബ് മിൻഹു, ആർക്കെങ്കിലും എന്തുണ്ടായാൽ ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് മുസീബത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പണ്ട് ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നല്ലോ, അയാൾ ഭാര്യക്ക് അസുഖം ഉണ്ടാകാതിരുന്നപ്പോ എന്ത് ചെയ്യാ, ഭാര്യനെ തൊലാക്കില്ലേ, എന്ത് പ്രയാസങ്ങളില്ല എന്ന് അതുകൊണ്ട് പഠിച്ചവന്റെ പരീക്ഷണം ഇല്ല,
നല്ല ആൾക്കാർക്ക് പരീക്ഷണം ഉണ്ടാവുള്ളൂ അങ്ങനെ പറഞ്ഞിട്ട്. അതൊക്കെ അവരുടെ വലിയ ലെവലിലുള്ള ആലോചനകളും ചിന്തകളാണ്. പഠിച്ചോണ്ട് അത്ര ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠം, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ അതിനെ പരിഹരിക്കണം, അതിനെങ്ങനെ കാണണം, മനസ്സിലാക്കണം എന്നാണ്. അപ്പൊ അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാല് യുസിബ് മിൻഹു, മുസീബത്തുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. അപ്പോ എന്ത് ചെയ്യും, അത് പോസിറ്റീവായി നിൽക്കും, അത് പോസിറ്റീവായിട്ട് ഭവിക്കും എന്നാണ് പറഞ്ഞത്. ഇനി വാൻ അനസ് റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم لا يتمنين أحدكم الموت لضر أصابه فإن كان لابد فاعلا فليقل اللهم أحيني ما كانت الحياة خيرا لي وتوفني إذا كانت الوفاة خيرا لي متفق عليه. അടുത്തത് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി തങ്ങൾ പറയുന്നത്, ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഇങ്ങനെ അസ്വാബഹു, എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ, എന്തെങ്കിലും പ്രയാസം ബാധിക്കുന്ന സമയത്ത് മരണത്തെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. അതൊരു മുഅ്മിനിന്റെ അടയാളമല്ല. ഫൈൻകാന ലാബുദ്ദ ഫായിലൻ, ഇനി ഒട്ടും കഴിയുന്നില്ല, അത്രക്ക് പ്രയാസമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് പറയേണ്ടത്? വല്ലക്കുൽ അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, മരണം ഖൈറാകുന്ന സമയത്തോളം എന്നെ മരിപ്പിക്കണേ, അല്ല ജീവിപ്പിക്കണേ, സോറി, ജീവിതം ഖൈറാകുന്ന സമയത്തോളം ജീവിപ്പിക്കണേ. വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, ഇനി മരണമാണ് ഖൈറെങ്കിൽ എന്നെ മരിപ്പിക്കണേ എന്നൊരു ദുആ ആണ് തീരെ പ്രയാസം ഉണ്ടെങ്കിൽ, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു മുഅ്മിന് ദ്വാരക്കേണ്ടത്. കാരണം മനുഷ്യന്മാർക്ക് അറിയില്ല എന്താണ് ഏതാണ് ഖൈർ എന്നുള്ളത്. അപ്പോൾ ഖൈറിന് വേണ്ടിയിട്ട് ദ്വാരക്കാനാണ് തീരെ പ്രയാസമായ ഒരു ഘട്ടത്തിലും ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പ്രത്യക്ഷത്തില് ഒരു മുഅ്മിനിന് ദീർഘായുസിന് വേണ്ടി ദ്വാരക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത്രത്തോളം കൂടുതൽ നന്മ ചെയ്യാനും നിസ്കരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനൊക്കെ അവസരം കിട്ടുകയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു മുഅ്മിന് ദീർഘായുസ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള സമയങ്ങളാണ് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പുതിയ തലമുറന്റെ ഒക്കെ ഒരു പ്രശ്നം, അടുത്തൊരു സൈക്കോളജി പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവര് പറഞ്ഞത് കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ സ്കൂൾ തലങ്ങളിലേക്ക് വരെ കൗൺസിലിംഗ് വ്യാപിപ്പിക്കുകയാണ്. പണ്ട് കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും സെൻട്രൽ യൂണിവേഴ്സിറ്റിയും അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ അധ്യക്ഷർക്കൊക്കെ അറിയുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ കൗൺസിലർ നിർബന്ധമാണ്, കോളേജിൽ കൗൺസിലർ നിർബന്ധമാണ്. ഈ കുട്ടികൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് IIT NIT പോലുള്ള വലിയ വലിയ റാങ്കുള്ള നല്ല മിടുക്കരായ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലാണ് ആത്മഹത്യകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ കൗൺസിലർ നിർബന്ധമാക്കി. ഇപ്പൊ ഒരു കോളേജിൽ തന്നെ 8ഉം 10ഉം ഒക്കെ കൗൺസിലർമാരുണ്ടാവും. ഇനി അത് അതിന്റെ താഴെയുള്ള കുട്ടികളിലേക്കും വരുന്നുണ്ട്. അപ്പൊ വലിയ സ്ഥാപനങ്ങളിലല്ലാതെ മറ്റ് സ്കൂൾ തലങ്ങളിലേക്കും ഇപ്പോൾ കുട്ടികളുടെ മാനസിക പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും എന്താക്കിയിട്ടുണ്ട്, കൗൺസിലർ നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനി സ്കൂളുകളിലേക്കും, ഇപ്പൊ CBSE സ്കൂളുകളിലും കൗൺസിലർ നിർബന്ധമാണ്. അതുപോലെ ഇനി സ്റ്റേറ്റ് സ്കൂളുകളിലേക്കും ഇത് വരാൻ പോവാണെന്നാണ് പറഞ്ഞത്. അപ്പൊ മാനസിക പ്രയാസങ്ങൾ കൊണ്ട് പല കുട്ടികളും ബുദ്ധിമുട്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ശീലമില്ല. ഇപ്പോ പണ്ടൊക്കെ പട്ടിണിയും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വന്നുകൊണ്ട് കുറച്ച് പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ഒരു കഴിവൊക്കെ അവർക്ക് ഉണ്ടാവും. സബ്ർ ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പോ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ കുറെ ആൾക്കാരൊക്കെ എന്തായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നില്ല പ്രയാസങ്ങൾ അതിജീവിക്കാനുള്ള. പിന്നെ സോഷ്യൽ മീഡിയൻ്റെതൊക്കെ മാക്സിമം സബർ കുറക്കാനുള്ള കുറെ ഒരു
കാര്യങ്ങളാണ്. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള ഒരുപാട് ടൂളുകളുണ്ട് അല്ലെ. മൊബൈൽ കൊണ്ട് എന്ത് കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി ആണെങ്കിലും പ്രയാസങ്ങളില്ലാതെ നമുക്കൊക്കെ കിട്ടുന്ന എളുപ്പമാകുന്നൊരു സംഭവമുണ്ട്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ വന്നപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ആണ് പറയണത്. എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റ് കൊണ്ട് ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ടുള്ള വെച്ചാല് സുബർ ചെയ്യാനുള്ള അവസരങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു എന്നതാണ് സൈക്കോളജിയിലൊക്കെ പറയുന്ന ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ജീവിതം തീർന്നു, ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരവസ്ഥ വരുന്നു. അപ്പോ ഈ ഒരു റെസിലിയൻസ് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് പതുക്കെ പതുക്കെ കുറച്ച് ടൈം എടുത്താണെങ്കിലും കാര്യങ്ങൾ റെഡി ആക്കുക എന്നുള്ളൊരു സംഭവം, അങ്ങനെ അതിനുള്ളൊരു കഴിവ്, ഒരു ശക്തി മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത് സുബറില്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവം പുതുതായിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങും അതുപോലുള്ളതൊക്കെ വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാടുകളിൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടിപ്പോരുന്നത്. അത് കൗൺസിലിംഗ് ഒരു പ്രശ്നമാണെന്നല്ല, അതിലേക്ക് മനുഷ്യന്മാർക്ക് ആവശ്യമാവുന്നത് കൗൺസിലിംഗ് നല്ലതാണ്. അങ്ങനെ സ്വന്തമായിട്ട് ക്ഷമിക്കാനും ഒന്നും കഴിയാത്ത ആൾക്കാരുണ്ടാകുമ്പോൾ പ്രൊഫഷണലായിട്ട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മളെ പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ നല്ലതാണ്. ഇനി കൗൺസിലിംഗ് ചെയ്യുന്നത് തന്നെ കൗൺസിലർമാർ ഒരിക്കലും ഒരാൾക്ക് എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്നുള്ള സാധനം പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുക, മറിച്ച് ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരെ കൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയിപ്പിക്കുകയാണ് ചെയ്യുക. ഈ NLPന്റെ ഒരു ട്രെയിനിങ് ഒക്കെ നമ്മളെ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ അതിലൊക്കെ പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ എവിടെ ഉണ്ടോ അവിടെ തന്നെ പരിഹാരമുണ്ട്. നമ്മളത് കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അത് എങ്ങനെ കണ്ടെത്തണം, അത് ആ പ്രശ്നത്തിന്റെ എന്താ പറയാ, ആ ഒരു പ്രയാസങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എവിടുന്നാണ് പ്രയാസം വരുന്നതെന്നും എന്തുകൊണ്ടാണ് പ്രയാസം ഉണ്ടാവണമെന്നും മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പരിഹാരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത് ഇസ്ലാമികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുകയും എന്താണ് ഈ പ്രയാസത്തിന്റെ ഉദ്ദേശം, ഇത് മുഅ്മിനീന് കൂലി കിട്ടുന്ന കാര്യമാണെന്നും ക്ഷമിച്ചു കഴിഞ്ഞാല് ദുന്യാവില് ഉണ്ടാകുന്ന ശിക്ഷ കുറക്കാനുള്ള ഒരു കാരണമായിട്ട് ദുന്യാവിലെ പ്രയാസങ്ങൾ മാറുമെന്നും അങ്ങനെ ഒരു വർത്തിക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ടെന്നും അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആ രീതിയിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പ്രയാസങ്ങളൊക്കെ മാറ്റാൻ ഒരു പരിധി വരെ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. ലായത്തമന്നെ അതുക്കും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഇപ്പൊ തീരെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എന്തേ പറയാൻ പറ്റുള്ളൂ, ഹൈറാണ് ജീവിതമാണ് ഹൈറെങ്കിൽ ജീവിപ്പിക്കണേ, മരണമാണ് ഹൈറെങ്കിൽ മരിപ്പിക്കണേ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഈ കോളേജിന്റെ കൗൺസിലിംഗ് ജൻഷിയർക്കൊക്കെ പരിചയമുണ്ടോ? ടിസിലുണ്ടായിരുന്നോ? ഉം 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 ഉം. എവിടെ? അത് ശരി. ഓക്കെ, അപ്പൊ മൊത്തത്തില് വാർത്തകളുണ്ടല്ലോ, ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഈ സൈക്യാട്രിക് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാവും, ടെൻഷനുള്ള ഗുളികളൊക്കെ.
ഇതൊക്കെ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഉറക്ക ഗുളികകള് ഇതൊക്കെ മനുഷ്യന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ ന്യൂസസ് ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഉം, ഉം, അതെ അതെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പണ്ട് ഷെയർ ചെയ്യാനൊക്കെ കമ്മ്യൂണിറ്റീസ് ഒക്കെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഈ ഓൺലൈൻ ഇതിനൊരു പരിഹാരമല്ല എന്നാണ് ഇപ്പോൾ കുറെ ആൾക്കാരൊക്കെ പറയുന്നത്. ഓൺലൈൻ ഉണ്ടാകുന്നത് എന്താണ് ശരിക്ക് ഇമോഷണൽ ആയിട്ട് ഒരു മനുഷ്യന്മാരുടെ പ്രകൃതം ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മളുടെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാനോ നമ്മളെ പ്രയാസങ്ങൾ മാറ്റാനോ ഉള്ളൊരു ഒരു സംഭവം ഓൺലൈനിൽ നിന്ന് കിട്ടുന്നില്ല. ഓൺലൈൻ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും അതിനുള്ള അവസരം കിട്ടുന്നില്ല. മറിച്ച് കൂടുതൽ പേഴ്സണലായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പേഴ്സണൽ ലോകത്തേക്ക് ഒതുങ്ങാനാണ് അതുകൊണ്ട് പറ്റുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് കുറച്ചുകൂടി ഇപ്പൊ സോഷ്യൽ മീഡിയ വല്ലാണ്ട് ഉപയോഗിക്കാണ്ട് ഫോണൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് എന്നും കുറച്ച് ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അങ്ങനെ കാണാനും ഒക്കെയാണ് അതിനുള്ളൊരു പരിഹാരമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ സൊബറിന്റെ ബാബും ഇത്തരം ബാബുകളൊക്കെ പഠിക്കുമ്പോൾ ഇസ്ലാമികമായിട്ടൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രതി അതിനോട് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ മെന്റൽ ഹെൽത്ത് ഇവർ പറഞ്ഞ പോലെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ മൊത്തത്തിൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറിയതും കൂടിയാണ്. ഈ പണ്ടത്തെ കൂട്ടുകുടുംബം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇസ്ലാമികമായിട്ട് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം. ഇപ്പൊ സൊബറിന്റെ വിഷയം പറഞ്ഞതുപോലെ എങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒക്കെ പടച്ചവനിൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറെ അതിന് പരിഹരിക്കാൻ പറ്റും. ഓക്കെ, ഇവര് എന്തോ പറയാനുണ്ടോ? ഉം 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 ഉം. അതെ അതെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അവരൊക്കെ ഭരണം ഇല്ലാണ്ട് ഇസ്ലാം എന്ത് ചെയ്യൂല, കംപ്ലീറ്റ് ആവൂല എന്ന് വാദിക്കുന്നവരാണ്. ഒരു ഭരണകൂടം ഉണ്ടായാലേ എന്ത് ചെയ്യുള്ളൂ, ഇസ്ലാം നിലനിൽക്കുള്ളൂ, അതിന്റെ അടിസ്ഥാനം ഭരണകൂടത്തിലാണ് എന്നൊക്കെ ചിന്തിക്കുന്നതാണ്. അതൊക്കെയാണ് പ്രശ്നം. ഈ ഭരണം ഉണ്ടാക്കാൻ പോയിടത്തൊക്കെ പലജാതി പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ പറ്റിയിട്ടുള്ള വലിയൊരു ഫോൾട്ട് അതാണ്. ഓക്കെ, അപ്പൊ അതിന് അക്കാഡമിക്കലായിട്ടും പല രീതിയിൽ കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഈ ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഇസ്ലാമിക് ഒരു ഭരണകൂടം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനൊക്കെ പല രീതിയിൽ അക്കാഡമിക്കലി എന്താ പറയുക കൗണ്ടർ ആർഗ്യുമെന്റ്സും അങ്ങനെ പല സംഭവങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ഭരണകൂടം ഇല്ലാത്ത സ്ഥലത്ത് മുസ്ലിങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഭരണകൂടം ഇസ്ലാമിന് ഭരണകൂടം ഉണ്ടാക്കാൻ സാധിക്കൂല എന്നുള്ളൊരു സംഭവമല്ല. മദീനയിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യും, ഇസ്ലാമിക രീതിയിലുള്ള ഭരണകൂടങ്ങൾ നടന്നിട്ടുണ്ട്. ഉം. പിന്നീട് ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പല പല രാജാക്കന്മാരും
ഇസ്ലാമിക പേരിലുള്ള രാജാക്കന്മാർ, അതല്ലാതെ കേവലം ഭരണകൂടം എന്ന രീതിയിൽ, മീൻസ് രാജാധിപത്യം എന്ന രീതിയിലുള്ള ഭരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഫോൾട്ടായിട്ട് പലരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ചരിത്രത്തിലുള്ള റപ്ചേഴ്സ് പല പല ജാതി സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മള് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ, ഒരു ഭരണകൂടം ഇല്ലാത്ത രാജ്യത്താണെങ്കിലും ഫിഖില് ഒരുപാട് മസലകളുണ്ട്. അവിടെ ഭരണകൂടം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇസ്ലാം വളരെ കൂടുതൽ വ്യാപകമാവുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ പല പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ ബാങ്ക്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയില് ന്യൂയോർക്കിൽ ഓനോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. റിസാല അപ്ഡേറ്റിൽ അവിടുത്തെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. നോക്കിയാൽ വായിക്കാൻ പറ്റും. അവിടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് റമദാനിൽ പബ്ലിഷ് ചെയ്ത കുറച്ച് ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ അതിൽ പറയുന്നത് അവിടെ വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കാൻ, പൊതുവെ ബാങ്ക് കൊടുക്കാൻ തന്നെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഇനി മുസ്ലിങ്ങൾ നിരന്തരം ഇടപെട്ടിട്ട് എന്തായിട്ടുണ്ട്, ഒരു വെള്ളിയാഴ്ച മാത്രം ബാങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ഇസ്ലാം പബ്ലിക്കായിട്ട് സ്പെയിനിലും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഹിജാബ് പുറത്താണിക്കുമ്പോഴുള്ള പ്രശ്നമുണ്ട്. ഹിജാബ് നിരോധിച്ച രാജ്യങ്ങളുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒരു ഇസ്ലാമിക ഭരണം വേണം, എന്നാലേ എന്തുള്ളൂ മുഅ്മിന്റെ ജീവിതം ഉഷാറാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നാല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കാൻ. അത് ഒരു നിലക്ക് അപകടകരമാണ്, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയൊക്കെ വളർന്ന സാഹചര്യത്തിൽ. ഇപ്പോ ഫിഖിൽ എന്തുണ്ട്, ഒരു അങ്ങനെ അല്ലാത്ത രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മള് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയും ഫിഖ് അനുസരിച്ച് ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ സബറിലേക്ക് തിരിച്ചു തരാം. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു ഈ വിഷയത്തില്? ഓക്കെ, നമുക്ക് തുടരാന്നാല്. ഫൈൻകാന ലാബുദ്ധ ഫായിലൻ. അപ്പൊ തീരെ വയ്യെങ്കില്, ജീവിതം അത്രക്ക് പ്രയാസமான സമയത്തും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ദ്വാരക്കാനേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വൻ അബി അബ്ദുല്ലാഹി ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു قال شكونا إلى رسول الله صلى الله عليه وسلم وهو متوسد بردة له في ظل الكعبة. നബി കാബയുടെ തണലിൽ എന്താണ് ഒരു പുതപ്പ് പൊതിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചോദിച്ചു, കുൽന അലാ തസ്തൻസിറു ലന അലാ തദ്ഉ ലന. അപ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്ത ഈ ഭരണകൂടം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഹദീസ് കൂടിയാണ്. ഓക്കെ, നമ്മളോട് സഹാബത്ത് ചോദിച്ചു. ഇപ്പോ അബു അബ്ദുല്ല ഹബ്ബാബിൻ അറത്തുള്ളവന് പറയണത്, നബി തങ്ങൾ ഇങ്ങനെ കാബയുടെ മദീനത്ത് അല്ലെ മക്കത്ത് കാബേന്റെ അടുത്തിരിക്കുകയാണ്. അപ്പോ വളരെ പ്രയാസമുള്ള സമയമാണത്. മുസ്ലിങ്ങൾക്കൊക്കെ പരാജയം അല്ലെങ്കിൽ ആദ്യത്തെ സമയത്താണെന്ന് തോന്നുന്നു. ഒരു കാബേന്റെ അടുത്തിരിക്കുകയാണ്. അപ്പൊ കുൽന അലാ തസ്തൻസിറുലന അലാ തദൂലന. അപ്പൊ എന്ത് പറഞ്ഞു? അലാ തസ്തൻസിറുലന, നമ്മൾ സഹായം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ നിങ്ങൾക്ക് ദോർന്നൂടെ? അലാ തദൂലന, നമ്മൾ ദോർക്കുന്നില്ലേ? പല പ്രയാസങ്ങളുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക്. ഇസ്ലാമിക രാജ്യത്ത് ശത്രുക്കളെ ആക്രമിക്കുന്നുണ്ട്. പിന്നെ മക്കയിലെ കാഫിര്യങ്ങളെ കൊണ്ടും മുശ്രിക്കീങ്ങളെ കൊണ്ടും നമുക്ക് ഓപ്പണായിട്ട് പലതും പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോ അല്ല തസ്തൻസിറുലന, നിങ്ങള് സഹായം ഉണ്ടാകാൻ വേണ്ടി ദ്വാരക്കൂലേ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പോ നിങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? നല്ല ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അത് കാനം കബലക്കും യൂഹദുർ റജുലു ഫയുഹ്ഫറു ലഹു. മുമ്പുണ്ടായ സമുദായങ്ങളിൽ എന്തുണ്ടായിട്ടുണ്ട്? യൂഹദുർ റജുലു ഫയഹ്ഫറു ലഹു ഫിൽ അർളി ഫയജ്വലു ഫിഹ. പിന്നെ വിശ്വസിച്ചതിന്റെ പേരില് ജനങ്ങളെ ശിക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പോ മണ്ണ് കുഴിച്ചിട്ട് എന്ത് ചെയ്യും, കുറെ ആൾക്കാരോടെ കൊണ്ടുവന്ന് വെക്കും. വിശ്വസിച്ചതിന്റെ പേരില് സുമ്മ യുദ്ധാബിൽ മിൻഷാരി ഫയൂലു അലാ റഅസിഹി ഫയുജാലു നിസ്ഫൈനി. എന്നിട്ട് ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് ആൾക്കാരെന്ത് ചെയ്യും, നടു കീറും, എന്നിട്ട് രണ്ട് ഭാഗമാക്കിയിടും. അപ്പൊ ഇംഷത്തു ബി അംഷാത്തിൽ ഹദീദി മാ ദൂന ലഹ്മിഹി വഅളമിഹി.
പിന്നെ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ കൊണ്ട് എല്ലും ഇറച്ചിയൊക്കെ വേർതിരിക്കുന്ന രൂപത്തില് പല പ്രശ്നങ്ങള്, പല രൂപത്തിലുള്ള പ്രയാസങ്ങള്, അക്രമങ്ങളും മുഅ്മിനീങ്ങൾക്ക് നേരെ, വിശ്വാസികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പറയാണ് മാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഈ പ്രയാസങ്ങളൊന്നും ഇവരെ ദീനിൽ നിന്നും തടഞ്ഞിട്ടില്ല. ഇവരെ ദീനിൽ നിന്ന് തടഞ്ഞിട്ടില്ല. ഇത്തരം പ്രയാസങ്ങൾ. സത്യവിശ്വാസി അതിന്റെ മേൽ നിങ്ങൾക്ക് മാത്രമല്ല, മുമ്പ് കഴിഞ്ഞ സമുദായത്തിനും ആൾക്കാർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരത് ദീനിൽ നിന്ന് തടഞ്ഞിട്ടില്ല. വല്ലാഹി ലയുത്തിമ്മന്ന അല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ റാകിബു മിൻ സ്വൻആഹ. വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ലയുത്തിമ്മന്ന അല്ലാഹു ഹാദൽ അംറ, ഈ ദീനിന്റെ കാര്യം എന്ത് ചെയ്യും? അല്ലാഹു തആല പൂർത്തിയാക്കും. ഹത്താ യസീറ റാകിബു മിൻ സ്വൻആ ഇലാ ഹദറമൗത്ത. എന്നിട്ട് പറഞ്ഞത് സ്വൻആ മുതൽ, സ്വൻആ എവിടെയാണ്? യമനിലാണ്. ഇലാ ഹദറമൗത്ത്, സ്വൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു പ്രശ്നമില്ലാണ്ട് മുഅ്മിനീങ്ങൾക്ക് നടക്കാൻ പറ്റും. ലാ യഖാഫു ഇല്ലല്ലാഹ. അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതിയാവും. കാഫിര്യങ്ങളെ പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. വദ്ദിഅബ അലാ ഗനമിഹി. പിന്നെ എന്തും പേടിക്കണ്ട. ഗനമ്, ആട്ടും കൂട്ടങ്ങളിൽ ചെന്നായി വരുമെന്ന് മാത്രം പേടിച്ചാൽ മതി. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ദീനാകും. അപ്പൊ നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, ക്ഷമിക്കാനാണ് പറഞ്ഞത്. വലാകിന്നക്കും തസ്തഅ്ജിലൂൻ. പക്ഷെ നിങ്ങൾ തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല, പടച്ചോന് അവന്റെ ദീന് സംരക്ഷിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? മക്കയില് കാഫിര്യങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പ്രയാസം ഉണ്ടായ സമയത്ത് നബിതങ്ങൾ ദ്വാരക്കൂല എന്ന് പറഞ്ഞപ്പോ ദ്വാരക്കുന്നതിനെതിരല്ല ഇത്. അപ്പൊ എന്താ പറഞ്ഞത്? തിരക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഇന്ന സ്ഥലം മുതൽ, ഇപ്പൊ സൊന്ന മുതൽ ഹദറമൗത്ത് വരെ വിശാലമായൊരു സ്ഥലത്ത് മൊത്തം ഇസ്ലാം എന്ത് ചെയ്യും? വളരെ നല്ല രീതിയിൽ വ്യാപിക്കും. അപ്പോൾ ഒരാളെയും പേടിക്കാണ്ട് മുസ്ലിങ്ങൾക്ക് നടക്കാനും, ചെന്നായനെ പേടിക്കാണ്ട് പടച്ചോനെ പേടിക്കാണ്ട് എല്ലാവർക്കും നടക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇസ്ലാം ഉണ്ടാകും. നിങ്ങൾ അതിന്റെ പേരിൽ ബേജാറാവണ്ട, തിരക്ക് കൂട്ടണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അവിടെ സബർ ചെയ്യാനുള്ള ഒരു കാര്യമാണ്, ഒരു നിർദ്ദേശമാണ് നിബിധങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത്. ഓക്കെ. മനസ്സിലായോ ഈ വിഷയം? ഓക്കെ. ഇത് അപ്പം മുഅ്ജിസത്തിന്റെ ഒരു അടയാളം കൂടിയാണോ? ഓക്കെ. അപ്പോ എന്താണ്, നിങ്ങള് ഈ നാടുകളിലേക്കൊക്കെ ഇസ്ലാം എത്തുമെന്ന് ഓൾറെഡി പ്രവചിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ തിരക്ക് കൂട്ടാന്ന് പറഞ്ഞത് മുസ്ലിമിന്റെ ഒരു കാര്യത്തിൽ പെട്ടതല്ല. അല്ലാഹു തആല കണക്കാക്കിയ ഒരു സമയം ഉണ്ടാവും എല്ലാത്തിനും. അത് ദ്വാരക്കുന്നതിനെതിരല്ല. പെട്ടെന്ന് ഖൈറുണ്ടാവാൻ വേണ്ടി ദ്വാരക്കാം, പക്ഷെ തിരക്ക് കൂട്ടരുത് എന്നുള്ളൂ. അവധാനത വേണമെന്നാണ്. വിധങ്ങൾ അങ്ങനെയാണ്. ഈ തിരക്കിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. വളരെ കാമൻ ആയിട്ട് കാര്യങ്ങൾ സമീപിക്കുകയും എവിടേക്കെങ്കിലും പോകാനുണ്ടാകുമ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങുകയും, അതൊക്കെ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കുറച്ച് ക്വാളിറ്റീസ് ആണ്, ഈ പതുക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പൊ അല്ലാഹു തആല കണക്കാക്കിയ സമയമുണ്ട്. ഇപ്പൊ ഇതാ ജാഅലവാനി ചെയ്യും, സമയത്ത് ആ കാര്യം നടക്കും. ഒക്കെ ഇത് വക്കാമ അഖ്ബർ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായി. പിന്നീട് ആരെയും പേടിക്കാണ്ട് എന്തായി, മുഅ്മിനീങ്ങൾക്ക് വിശാലമായ ഇസ്ലാമിക രാജ്യത്ത് നടക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി അടുത്ത ഹദീസ് നോക്കാം. ഓക്കെ. ഇവിടെ ഷാമ് മുതൽ ഹദർമൗത്ത് വരെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഏതായാലും 2 സ്ഥലങ്ങൾ പറഞ്ഞതാണ്. സൊന്നാ മദീന, യമനിലുള്ള ഒരു സ്ഥലമാണ് സൊന്ന. ഇപ്പോഴത്തെ തലസ്ഥാനം കൂടിയാണല്ലോ. ഇല്ല, ഹദർമൗത്തും യമനിലുള്ള മറ്റൊരു സ്ഥലമാണ്. ഇനി സൊന്ന എന്ന് ഉദ്ദേശിച്ചിടത്തോളം ഷാമാണെന്നും പറയുന്നുണ്ട്.
ഇനി وعن وعن ابن مسعود رضي الله عنه قال لما كان يوم هنين آثر رسول الله صلى الله عليه وسلم ناسا في القسمة فأعطى الأقرع بن حابس 100 من الإبل وأعطى عيينة بن حصن مثل ذلك وأعطى ناسا من أشراف العرب وآثرهم يومئذ في القسمة. അങ്ങനെ ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത്, ഈ യുദ്ധം ഹിജ്റയുടെ മധ്യ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു, ഹിജ്റയുടെ മീൻസ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സമയമാണ്. ബദറൊക്കെ ഉഹുദൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹുനൈൻ യുദ്ധം നടക്കുന്നത്. ഓക്കെ, അങ്ങനെ കിസ്മത്തിൽ അവിടെ ഗനീമത്ത് സ്വത്തുകൾ കിട്ടിയതിൽ അത് ഈ ഓഹരി ചെയ്യുന്ന സമയത്ത് അക്രബിൻ ഹാബിസ് എന്ന സ്വഹാബിക്ക് 100 ഒട്ടകം കൊടുത്തു. ഉയൈനത്ത് ബിൻ ഹിസ്ൻ എന്ന സ്വഹാബിക്ക് 100 ഒട്ടകം കൊടുത്തു. അങ്ങനെ വാത്ത നാസമിൻ അഷ്റാഫിൽ അറബി, അങ്ങനെ അറബിയിലുള്ള കുറച്ച് ആൾക്കാർക്ക് എന്തായി, കുറച്ച് കൂടുതൽ കൊടുത്തു. കിസ്മത്ത് ചെയ്യുന്ന, ഓഹരി ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ഹിക്മത്ത് കണ്ടിട്ട് കൊടുത്തായിരിക്കും. ഓക്കെ, അപ്പൊ കാല റജുലൻ, അപ്പൊ ഒരാൾ പറഞ്ഞു, ഒരു സഹാബി പറഞ്ഞു, അല്ലാഹ് ഇന്ന ഹാദി കിസ്മത്ത് മാ ഉദില ഫിഹ, ഇതില് ഈ ഓഹരി ചെയ്തത് എന്താണ്, ഇതിൽ നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മാ ഉരീദ ഫിഹ വജ്ഹുല്ലാ, അതിലും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടില്ല, ഇത് അനീതിയായിട്ടുള്ള ഒരു ഓഹരിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കുൽത്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ല ഉഖ്ബിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി തങ്ങൾ അറിയിക്കും എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ അടുത്ത് നിന്നു. ഫഅതൈതുഹു ഫഅഖ്ബർതുഹു ബിമാ ഖാല, അങ്ങനെ നബി തങ്ങളോട് ഈ വിഷയം പറഞ്ഞു, ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തഅയ്യറ വജ്ഹുഹു ഹത്താ കാന കസ്സിർഫി, നബി തങ്ങൾ എന്താ ആകെ ദേഷ്യം കൊണ്ട് ചുമന്നു. ഇത് അല്ലാഹു തആലയുടെ ഓർഡർ കിട്ടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നബി തങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല. തുമ്മക്കാല ഫമൻ യഅദിൽ ഇദാ ലം യഅദിലില്ലാഹു വറസൂലുഹു, ഇപ്പൊ തിരിച്ചു ചോദിച്ചെന്ത്, അള്ളാഹും റസൂലും നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നീതി കാണിക്കുക? തുമ്മക്കാല യർഹമല്ലാഹു മൂസ ഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ, പറഞ്ഞെന്ത്, യർഹമല്ലാഹു മൂസ നബിക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, ഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ, ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുകളും മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ഫസബറ, എന്നിട്ട് മൂസാ നബി ക്ഷമിച്ചു. അതായത് ബനൂ ഇസ്രായേലിലേക്കാണല്ലോ മൂസാ നബിനെ അയച്ചത്. അപ്പൊ ആ കൗമ എന്താണ്, എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു രീതിയിലുള്ള കൗമായിരുന്നു. കുറെ കാലം ദഅവത്ത് നടത്തിയിട്ടും വളരെ കുറച്ച് ആൾക്കാരെ സത്യവിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളൂ. പിന്നെ അവരോട് തന്നെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അവർ നന്ദി കേട്ടുള്ള വർത്താനം ഒക്കെ ഒരുപാട് ഖുർആൻ ആയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് വിശദമായിട്ട് കേൾക്കാൻ പറ്റും അത്തരം കാര്യങ്ങൾ. അപ്പൊ ഇതിലേറെ പ്രയാസങ്ങൾ എന്തുണ്ടായിട്ടുണ്ട്, മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സബറ, എന്നിട്ട് മൂസാ നബി ക്ഷമിച്ചു. അപ്പൊ കുൽത്തു, അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിച്ചത്, നിബിധങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുമ്പോ നിബിധങ്ങൾ എന്താണ്, ക്ഷമിക്കാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പൊ കുൽത്തു ലാ ജറമ ലാ അർഫഉ ഇലൈഹി ബഅദ ഹദീസൻ, എന്നിട്ട് പറഞ്ഞു ലാ ജറമ, ഇനി ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയണെന്ത്, ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുമ്പോൾ ഞാൻ ഇനി മേലാല് നിബിധങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൂല. കാരണം അത്രത്തോളം നിബിധങ്ങൾക്ക് ആ ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ട് ആ വിഷയം. അപ്പോൾ നിബിധങ്ങൾ എന്തായി, ഇവിടെ ക്ഷമിച്ചു, മൂസാ നബിന്റെ കാര്യം ഓർക്കുകയും ചെയ്തു. ഓക്കെ, ഖുർആനിൽ പറയുന്ന നല്ല കാര്യങ്ങളും ചരിത്രങ്ങളും നബിതങ്ങളെ ജീവിതത്തിൽ ഉണ്ടായ ചരിത്രങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനും മാതൃകയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഹദീസ് നോക്കാം. وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أراد الله بعبده خيرا إذا أراد الله بعبده الخير عجل له العقوبة في الدنيا. അല്ലാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ തന്നെ അയാൾക്ക് ശിക്ഷ പെട്ടെന്നാക്കും.
വൈദാ അറാദുല്ലാഹു ബി അബ്ദി ഷർറ, ഷർറാണ് ഉദ്ദേശിച്ചതെങ്കിൽ അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ. ഷർറാണ് ഉദ്ദേശിച്ചതെങ്കിലോ അത് പിടിച്ചു വെക്കും. അവന്റെ ദോഷത്തിനുള്ള ശിക്ഷയൊക്കെ എവിടേക്ക് മാറ്റി വെക്കും? ഖിയാമത്ത് നാളിലേക്ക് മാറ്റി വെക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നാളെ ആഖിറത്തിലെത്തുമ്പോൾ എന്തുള്ളവും അതിനുള്ള ശിക്ഷ കിട്ടും. ദുന്യാവില് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോ അതിൽ ക്ഷമിച്ചാൽ കൂലി കിട്ടും. പിന്നെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഉണ്ടാവുമല്ലോ, ആ ശിക്ഷ അതിനനുസരിച്ച് അതിനുള്ള ശിക്ഷ എന്ത് ചെയ്യും? ഈ കതിരനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ ദുന്യാവില് കാര്യങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ശിക്ഷ ആഖിറത്തിൽ കുറവ് കിട്ടുമെന്നാണ് നമ്മൾ ഈ പ്രയാസങ്ങൾ മനസ്സിലാക്കേണ്ടത്. അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാണ് പറഞ്ഞത് അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവില് അതിനുള്ള ശിക്ഷ നേരത്തെ കൊടുക്കും. അപ്പൊ അതും ഖൈറാണ്. ദുനിയാവില് പരീക്ഷണം ഉണ്ടാവാന്ന് പറഞ്ഞത് ശിക്ഷ ലഭിക്കാനുള്ള ശിക്ഷ നേരത്തെ തന്നെ ആവാന്നുള്ള രീതിയിൽ അതൊരു ഖൈറാണ്. ഇനി فقال النبي صلى الله عليه وسلم إن إظم الجزاء مع إظم البلاء. ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നത് എപ്പോഴാണ്? ഏറ്റവും വലിയ പരീക്ഷണം ഉണ്ടാവുമ്പോഴാണ്. ഇന്നല്ലാഹു തആല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലഹും, അല്ലാഹു തആല ഒരു ഇഷ്ടമുള്ള ഒരു കൗമാണെങ്കിൽ അല്ലാഹു തആല അവരെ പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വമൻ റളിയ, അങ്ങനെ ആരെങ്കിലും തൃപ്തിപ്പെട്ടാൽ ഫലഹു റിള, വമൻ സഖിത ഫലഹു സുഖ്തു. ആരെങ്കിലും പരീക്ഷണത്തെ തൃപ്തിപ്പെട്ടാൽ അല്ലാഹു തആലയുടെ റിള അവർക്കുണ്ട്. വമൻ സഹിത, ഇനി ആരെങ്കിലും അതിൽ ദേഷ്യപ്പെട്ടാൽ ഫലഹു സുഖ്തു, അവന് അതിന് അല്ലാഹു തആലയുടെ കോപം ഉണ്ടാവും. ഒരു പരീക്ഷണം ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുക, അതില് പടച്ചോൻ തന്നതാണ്, ഇതിലെന്തെങ്കിലും ഖൈർ ഉണ്ടാകും എന്ന രീതിയിൽ കൂലി ആഗ്രഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല പിന്നെ ഉണ്ടാവും. ഇനി അതല്ല, ഞാൻ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് എന്താണ് ഇത് വന്നത് തുടങ്ങിയിട്ടുള്ള ദേഷ്യം, ദുന്യാവിനോടുള്ള ദേഷ്യം, പടച്ചവനോടുള്ള ദേഷ്യമൊക്കെ ഉണ്ടാകുമ്പോൾ പടച്ചവന് തിരിച്ചും ദേഷ്യം ഉണ്ടാവുകയും ഈമാൻ കുറയാനുള്ള കാരണമാവുകയും ചെയ്യും എന്നാണ്. അപ്പൊ ഇനി വേറൊന്ന്, ഈ നല്ലത് മാത്രമല്ല, തിന്മകൾ മാത്രം അല്ലെങ്കിൽ പ്രയാസങ്ങൾ മാത്രമല്ല പരീക്ഷണാവാം. പരീക്ഷണം എന്ന് പറഞ്ഞാല് നന്മയും പരീക്ഷണം തന്നെയാണ്. ഇപ്പൊ നല്ല രീതിയിൽ എന്തുണ്ടാവുക, നല്ല സമ്പത്ത് ഉണ്ടാവുക, നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നതും പരീക്ഷണാണ്. അതെന്തിനുള്ള പരീക്ഷണാണ്? ഇത്ര നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ട് ഒരാൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാവുമ്പോൾ ചെലവഴിക്കുന്നത്, നല്ല രീതിയിൽ ദുനിയാവിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുമ്പോൾ ദീനിന് വേണ്ടി എത്ര ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ ഈ പടച്ചവനെ മറക്കുന്നുണ്ടോ, അല്ലെ കൂടുതൽ ഇബാദത്ത് ചെയ്യാനാണോ ഈ അനുഗ്രഹങ്ങൾ കാരണമാകുന്നത് എന്ന രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നത്. അതാണ്, ആ അർത്ഥത്തിലാണ് ദുനിയാവ് എന്താണ്, സിജനാണ് അല്ലെങ്കിൽ ഒരു പരീക്ഷണ ലോകമാണ് എന്നൊക്കെ പറയണത്. അപ്പൊ ഇവിടെ ഖൈറുണ്ടായാലും ഷെറുണ്ടായാലും പരീക്ഷണം തന്നെയാണ്. ഓക്കെ, ഇനി ഇതാക്കണം, ഈ ഹദീസും കൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം. വൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന ഇബ്നുൽ ലി അബീ ത്വൽഹ യഷ്തകി. അപ്പൊ അബൂ ത്വൽഹയും ഉമ്മു സുലൈം ബീവിയും അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു മകനുണ്ട്. അപ്പൊ അവര് അസുഖമുള്ള ആളായിരുന്നു, യഷ്തകി. അപ്പൊ ഖറജ അബൂ ത്വൽഹ, അപ്പൊ അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു ദിവസം എന്തായി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പൊ ആ സമയത്ത് ഫകുബില സബിയു, അപ്പൊ ആ കുട്ടി മരിച്ചുപോയി. അപ്പൊ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആണ്, അവരുടെ ഭാര്യയാണ് ഉമ്മു സുലൈം ബീവി. ഇവർക്കൊരു കുട്ടിയുണ്ട്. അപ്പൊ കുട്ടി അസുഖമുള്ള ആളായിരുന്നു. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഒരു കുട്ടി മരിച്ചുപോയി. ഫലമ്മാ റജഅ അബൂ ത്വൽഹ ഖാല മാ ഫഅല ബിനി. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ എന്ത് ചോദിച്ചു, കുട്ടിക്ക് എന്ത് പറ്റി, കുട്ടിക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അസുഖമായിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്.
പറഞ്ഞു കാലത്ത് ഉമ്മു സുലൈം ബീവി പറഞ്ഞു വഹിയ ഉമ്മു സബി, കുട്ടീന്റെ ഉമ്മയായ ഉമ്മു സുലൈം ബീവി പറഞ്ഞു ഓ അസ്കനുമാക്കാന മുമ്പുണ്ടായിരുന്നതിനേക്കാൾ സമാധാനത്തിലാണ് ഇപ്പോ. കറബത്തിലെയും അഷാഹഫത്ത് ആശ, അങ്ങനെ എന്തുണ്ടായി, ആശ രാത്രി ഭക്ഷണം കഴിച്ചു. തുമ്മ അസവ മിന്ന, പിന്നെ അങ്ങനെ അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഫലമ്മ ഫറ, അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കാലത്ത്, എന്നിട്ടാണ് ഈ വാർത്ത പറയുന്നത്. കാലത്ത് വാറു സ്വബിയ, കുട്ടിയെ എന്തായിട്ടുണ്ട്, കുട്ടി ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, കുട്ടിയെ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫലമ്മ അസ്ബഹ അബൂ തൽഹ അത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ തൽഹക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, ഈ കുട്ടി മരിച്ച വിവരം മറച്ചു വെച്ചല്ലോ. അങ്ങനെ നേരെ നബി തങ്ങളുടെ അടുത്ത് പോയി. അപ്പൊ അഖ്ബറഹു, എന്നിട്ട് ഈ വിഷയം അറിയിച്ചു, ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പരാതി പറഞ്ഞു. അപ്പൊ കാല ആ അറസ്തുമില്ല, നിങ്ങള് ഭാര്യയും ഭർത്താവുമായിരുന്നോ കഴിഞ്ഞോ ഈ കഴിഞ്ഞ രാത്രി എന്ന് ചോദിച്ചു. കാല അപ്പൊ പറഞ്ഞു എന്ത്, ഞാൻ അതെ. കാല അള്ളാഹു ബാരിക്കലഹുമ, അപ്പൊ അങ്ങനെ അള്ളാഹുമ്മ ബാരിക്കലഹുമ, നിങ്ങൾക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ. അപ്പൊ വലതത്ത് ഗുലാമൻ, അപ്പൊ ഇവിടെ ഉമ്മു സുലൈം ബീവി നല്ല ക്ഷമക്കുള്ള ഒരു ഉദാഹരണമാണ്. ഓക്കെ. അപ്പൊ വലതത്ത് ഗുലാമൻ, അപ്പൊ കുട്ടി പ്രസവിച്ചു. അങ്ങനെ എന്താ പറയാ, പിന്നീട് ഉമ്മു സുലൈം ബീവി രണ്ടാമത് പ്രസവിച്ചു. അപ്പൊ കാലലി അബൂ തൽഹ, എന്നിട്ട് അനസ് റളിയല്ലാഹുവാണ് ഈ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അബൂ തൽഹ റളിയല്ലാഹു പറയാണ് ഇഹ്മിൽഹു ഹത്താ തഅതിയ ബിഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബഅസ മഅഹു ബിതംറാത്തിൻ. അങ്ങനെ ഈ കുട്ടി പ്രസവിക്കാനായ സമയത്ത് നബി തങ്ങളുടെ അടുത്തേക്ക് ഈത്തപ്പഴം കൊണ്ടുപോയി നബി തങ്ങൾ പോയി, അല്ല അബൂ തൽഹ റളിയല്ലാഹു പോയി. അപ്പൊ കാലാമാഹു ഷെയ്ഉൻ, നബി തങ്ങൾ ചോദിച്ചു കയ്യിൽ എന്തോ ഉണ്ടോ, പറഞ്ഞത് കാല നഅം തമറാത്തുൻ, അപ്പൊ കുറച്ച് ഈത്തപ്പഴം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അഖദഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമളഅഹ, അപ്പൊ നബി തങ്ങൾ എന്ത് ചെയ്യും, അതെടുത്തിട്ട് ചവച്ചു കൊടുത്തു. പിന്നെ തഹ്നീക്ക് എന്ന് പറയല്ലോ, കുട്ടി ഇരിക്കുന്ന സമയത്ത് എന്താ നമ്മൾ സാധാരണ ഈത്തപ്പഴം സംസം വെള്ളമൊക്കെ എന്ത് ചെയ്യും, വലിയ ആൾക്കാരൊക്കെ ചമച്ചിട്ട് കൊടുക്കാറുണ്ട്, വല്ലിപ്പയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ്മാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഇവിടുന്നാണ് തുടങ്ങിയത്. നബി തങ്ങൾ എന്തായി, അബൂ തൽഹയുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചു, അങ്ങനെ കൊടുത്തു. തുമ്മ അഖദഹ മിൻ ഫീഹി ഫജഅലഹ ഫി ഫീയ സബിയ, അങ്ങനെ കുട്ടിനെ കൊണ്ടാട്ടോ പോയത്. അപ്പോൾ ചവച്ചിട്ട് എന്തായി, നബി തങ്ങളെ കയ്യിൽ കൊടുത്തു. തുമ്മ ഹന്നക്കഹു വസമ്മാഹു അബ്ദുല്ലാഹി, എന്നിട്ട് തഹ്നീക്ക് ചെയ്തിട്ട് അബ്ദുള്ള എന്ന് പേര് ഇട്ടു, കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേര് വെച്ചു. മുത്തഫഖുൻ അലൈഹി. ഓക്കെ. അപ്പൊ ഇതാണ് സംഭവം. ഇനി ഇത് ബുഖാരിന്റെ റിവായത്തിൽ എന്തുണ്ടത്, ഈ രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഈ അബ്ദുള്ള എന്ന സഹാബി നിങ്ങള് ഈത്തപ്പഴം ചവച്ചു കൊടുത്തല്ലോ, ആ കുട്ടി അബ്ദുള്ള എന്ന കുട്ടി വലിയ അതിന്റെ ബർക്കത്തുകളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് 9 മക്കളുണ്ടായി. എല്ലാവരും ഖുർആനൊക്കെ നല്ലോണം പഠിക്കുന്ന നല്ല നല്ല ആൾക്കാരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഈ ജനിച്ച അബ്ദുള്ള എന്ന കുട്ടിക്ക് 9 കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഖുർആനിലെ വലിയ പണ്ഡിതന്മാരായ ആൾക്കാരായിരുന്നു എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഈ സംഭവം തന്നെ മുസ്ലിം വേറെ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെയിം സംഭവം തന്നെ കേട്ടോ. മാത്ത ഇബ്നുൽ അബീ തൽഹ മിൻ ഉമ്മു സുലൈം ഖാലത്ത് ലിഅഹ്ലിഹാ ലാ തുഹദ്ദിസു അബാ തൽഹ ബിബ്നിഹി ഹത്താ അകൂന അന ഉഹദ്ദിസുഹു ഫജാഅ ഫഖറബത് ഇലൈഹി അശാൻ ഫഅക്കല വശരിബ ثم تسنات له أحسن ما كانت تسنى قبل ذلك فوقع بها فلما أن رأت أنه قد شبع وأصاب منها. അപ്പോൾ അബൂതല്ല ഉമ്മു സുലൈം ബീവി അബൂതല്ല പുറത്തു പോയ സമയത്ത് ഇവരെന്ത് പറഞ്ഞു, വീട്ടിലുള്ള ജോലിക്കാരോട് പറഞ്ഞു ഈ കുട്ടി മരിച്ച വിവരം ആരും അബൂതൽഹനോട് പറയരുത്, പിന്നെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് വന്നു, നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുകയും പിന്നെ ബന്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. കാലത്ത് എന്നിട്ട് ഉമ്മു സുലൈം ചോദിക്കുന്നുണ്ട്, യാ അബാ തൽഹ അറായിത ലൗ അന്ന ഖൗമൻ അആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും, കുറച്ച് ആൾക്കാരെ ഒരാള് വേറൊരു വീട്ടില് ഒരു വായ്പ സാധനം എന്തെങ്കിലും കൊടുത്തു, പിന്നെ അത് തിരിച്ചെടുക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
അലഹും യംനഊഹും, ഈ ആൾക്കാർക്ക്, ഈ കൊടുത്ത ആൾക്കാർക്ക് അത് തടയാൻ പറ്റുമോ? അതായത് വായ്പ സാധനം എന്തായി, ഒരാള് മറ്റൊരാൾക്ക് കൊടുത്തു. അപ്പൊ ഈ കൊടുത്ത സാധനം തിരിച്ചെടുക്കാൻ ചോദിക്കുമ്പോ മറ്റാൾക്ക് അത് തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അബൂത്തല പറഞ്ഞൂല, ഇല്ല, അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റൂല, അത് ഇവരെ സാധനല്ലേ, തിരിച്ചെടുക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, തടയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കാലത്ത് ഫഹ്തസിബുബ്നക, അങ്ങനെയാണ് മുസ്ലിം ബീവി എന്താ എഴുതുന്നത്, ഈ ഒരു കാര്യത്തെ കാണുന്നത്. മകൻ മരിച്ചുപോയി എന്നുള്ള വിഷയത്തെ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ കാലം എന്നിട്ട് പറഞ്ഞു ഫഹ്തസിബുബ്നക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മകന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹു തആലയുടെ കൂലി പ്രതീക്ഷിക്കണം. എന്റെ കുട്ടി മരിച്ചിട്ടുണ്ട്, അപ്പൊ അല്ലാഹു തആലയിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇതാണ്, ഇത് കേട്ടപ്പോ എന്തായി, ഗളിബ, അബൂത്തല്ല ദേഷ്യപ്പെട്ടു. തറക്തനി, അപ്പൊ ഈ കാര്യം പറഞ്ഞിട്ടില്ല എന്നിട്ട് ഒത്തായിതാ തലസ്തഹ്തു, എന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങള്, മറ്റേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ഈ കാര്യം മറച്ചു വെച്ചിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നബിതങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്. സുമ്മ അഖ്ബർതനി ബിനി, എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ കുട്ടിന്റെ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നബിതങ്ങളുടെ അടുത്ത് പോയി ഫഅഖ്ബറഹു ബിമാ കാന ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാറക്കല്ലാഹു ഫീ ലൈലത്തിക്കുമാ. അങ്ങനെ നബിതങ്ങൾ എത്തിയിട്ട് പോയപ്പോൾ നബിതങ്ങളെ ഉമ്മു സുലൈം ബീവിക്ക് സപ്പോർട്ടായിട്ടാണ് പറഞ്ഞത്, കുട്ടി മരിക്കുമ്പോൾ എന്താണ് അതിൽ ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വായ്പ കൊടുത്ത സാധനം പോലെ അല്ലാഹു തആല ഏൽപ്പിച്ചൊരു സംഭവം അല്ലാഹു തആല തിരിച്ചെടുത്തു. ആ ഒരു രീതിയിലാണ് ഈ കാര്യത്തെ കാണേണ്ടത് എന്നാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പാഠം. അപ്പോൾ അല്ലാഹു തആല നബിതങ്ങൾ എന്താ നേരത്തെ പോലെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബാറക്കല്ലാഹു ഫീ ലൈലത്തിക്കുമാ, നിങ്ങളുടെ രാത്രിയിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് തുറന്നു കൊടുത്തു. അങ്ങനെ ഈ ബീവിക്ക് ഗർഭം ഉണ്ടായി. അങ്ങനെ നബിതങ്ങൾ മദീനയിലേക്ക് ഉണ്ടായ ഒരു യാത്രയിലാണ് ഈ ബീവി പ്രസവിക്കുന്നത്, ഉമ്മു സുലൈം ബീവി പ്രസവിക്കുന്നത്. മിൻ സഫറിൻ ലാ യത്റുക്കുഹാ തുറുകം ഫദനൂ മിനൽ മദീന, അങ്ങനെ മദീനയിൽ അടുത്തെത്താനായി. ഫദറബൽ മഹാദു അഹ്തബസ അലൈഹ അബൂ തൽഹ, അങ്ങനെ വൻതൊലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബിതങ്ങളുടെ അടുത്തേക്ക് ചെന്നു. ഈ കുട്ടി ഉണ്ടായ സമയത്ത് നബിതങ്ങളുടെ അടുത്തേക്ക് ചെന്നു. കാല യഖൂലു അബൂ തൽഹ ഇന്നക ലതഅലമു യാ റബ്ബി അന്നഹു യുഅ്ജിബുനി അൻ അഖ്റുജ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ വഅദ്ഖുല മഅഹു ഇദാ ദഖല വഖദ് ഇഹ്തബസ്തു ബിമാ തറ. തഖൂലു ഉമ്മു സുലൈം യാ അബാ തൽഹ മാ അജിദു അല്ലദീ കുൻതു അജിദു മുൻതലിക് ഫൻതലകനാ വദറബൽ മഹാദു ഹീന ഖദിമ ഫവലദത് ഗുലാമൻ. അങ്ങനെ ആ യാത്രയുടെ ഇടയിൽ വെച്ച് എന്താണ് ആര് ഉമ്മു സുലൈം ബീവി പ്രസവിക്കുന്നത്. ഫഖാലത്ത് ലി ഉമ്മി യാ അനസ് ലാ യുർദിഉ അഹദുൻ ഹത്താ തഗ്ദൂ ബി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ അസ്ബഹ ഇഹ്തമലതു ഫൻതലഖ്തു ബിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ അടുത്ത് പോയിട്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കുട്ടിയെ ആരും പാല് കൊടുക്കാൻ പറ്റുള്ളൂ, അതിനു മുമ്പൊന്നും ചെയ്യരുത്, പാലൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേരെ നബിതങ്ങളുടെ അടുത്ത് പോകുന്നതും ഈ ഈത്തപ്പഴം കൊടുക്കുന്നതും ഒക്കെ. അപ്പൊ ആ കുട്ടി എന്തായിട്ടുണ്ട്, വലിയ ബർക്കത്തുള്ള കുട്ടിയായിട്ടുണ്ട്, ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇപ്പോ സൊബറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചുകൂടെ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സബർ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത വിഷയം തുടങ്ങാം. അടുത്തത് സിദ്ക്കാണ് ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനോ എന്തോ ഉണ്ടോ? ക്ലിയർ ആയിരുന്നോ പറഞ്ഞതൊക്കെ? നസ്ബീർക്ക ഓക്കെ ആണോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. സബറും ഇതുപോലത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാനിന്റെ ബർക്കത്തും പവിത്രത അവസാനത്തെ പത്താണ്. അപ്പൊ ഞങ്ങൾ ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ച ഒരു സമയമൊക്കെ ആയിരുന്നു അവസാനത്തെ 10. അതൊക്കെ കൂടുതൽ ഉപയോഗപ്പെടുത്താനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.